ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ പ്രചാരണത്തിൻ്റെ, അതായത് LDFിൻ്റെയും കേന്ദ്രത്തിലെ NDA സർക്കാരിൻ്റെയും പ്രധാന കുന്തമുന എന്ന് പറയുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ്. കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വലിയൊരു സംഭവമാണ്. SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിനെക്കാട്ടിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത് റെക്കോർഡിട്ട ആളെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ SNDPയെക്കുറിച്ചുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ പുറലോകം അറിഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ വന്നതിന് ശേഷമാണ്. ശരി, നല്ല കാര്യമൊക്കെ തന്നെയാണ്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാനും അത് അംഗീകരിക്കുന്നു. NSS ആയാലും SNDP ആയാലും വിശ്വകർമ്മയായാലും അതുപോലുള്ള സമുദായങ്ങളൊക്കെ സംഘടിക്കുകയും അവരുടെ സമുദായം ശാക്തീകരിക്കപ്പെടുന്നതിനൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുകയും വേണം. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ ആവശ്യമില്ലാതെ അവിടെ ഇവിടെയും നടന്ന് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്ത് തന്നെയായാലും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ആലോചിക്കണം, തങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ, അഥവാ ഉണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവ് സഹിതം പുറത്തു വിട്ടിട്ട് പറ, എന്നാലും കുഴപ്പമില്ല. പക്ഷേ ഈ അസത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ഒരു സമുദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തിരുവനന്തപുരത്ത് പല സ്ഥലത്തും ഇരുന്ന് പറഞ്ഞുകൊണ്ട് നടന്നു, മുസ്ലിങ്ങൾ ഒരുപാട് സ്കൂൾ നേടി, മുസ്ലിങ്ങൾ ഒരുപാട് സ്വത്ത് നേടി, അത് നേടി, ഇത് നേടി എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ട് നടന്നു. ഇത് കേട്ടപ്പോൾ മറ്റൊരു മതവിഭാഗം, അതായത് ക്രൈസ്തവ സമുദായത്തിലെ ചില ആൾക്കാർ അത് നിശബ്ദമായി അംഗീകരിക്കുകയും ചെയ്തു, കൈയടിക്കുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് NSSകാർ മുസ്ലിങ്ങളെ കുറ്റം പറയുമ്പോഴത്തേക്കിനും കൈയടിയും ചില ആൾക്കാർ സൈലൻ്റായിട്ട് അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ടപ്പോൾ ഇതിനൊരു സത്യം തിരക്കണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ എല്ലാ സമുദായത്തിൻ്റെ ആൾക്കാരും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യം അറിഞ്ഞേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇതിൻ്റെ സത്യം ഒന്ന് പഠിക്കണമെന്ന് കരുതി, പക്ഷെ ഇതിൻ്റെ രേഖകളൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയറായ പോരുവഴി ശ്രീ കബീർ സാറ് എന്നെ ബന്ധപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോഴത്തേക്കിനും അദ്ദേഹം ഇതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള കണക്ക് സഹിതം വെച്ച് ഇതിൻ്റെ വസ്തുത എന്താണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആദ്യമൊക്കെ ഞാനും കരുതിയിരുന്നത് ഇവരൊക്കെ പറയുന്നത് സത്യമായിരിക്കും, കാരണം NSSകാരും SNDPക്കാരും നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരൊക്കെ പറയുമ്പോൾ അതാണല്ലോ ആദ്യം ഒന്ന് വിശ്വസിക്കേണ്ടത്. ഞാനും അങ്ങനെയൊക്കെ വിശ്വസിച്ചു. പക്ഷേ ഒരാൾ കണക്കുകൾ നിരത്തി, അതും തെളിവ് സഹിതം നിരത്തി ഒരു കാര്യത്തിൻ്റെ അഗാധമായിട്ട് ആ ഒരു കാര്യത്തെ അങ്ങോട്ട് വിശദീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് വിശ്വസിക്കണം, കാരണം തെളിവുണ്ട്. അപ്പോൾ ഇതിൻ്റെ കണക്കുകൾ കബീർ സാർ പറഞ്ഞപ്പോഴത്തേക്കിനാണ് ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഇതിൻ്റെ കണക്കുകൾ മുഴുവൻ അങ്ങ് ഭൂതകാലം തൊട്ട് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഏകദേശം ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോൾ ആ ഒരു കാലയളവ് അറിയാലോ, ഒരു 10 വർഷത്തിനകത്തുള്ള കണക്കുകൾ കൃത്യമായിട്ടാണ് കബീർ സാർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. അതിനകത്ത് ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്ത്, എത്ര വീതം കൊടുത്ത്, എങ്ങനെയാണ് വീതം വെച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അദ്ദേഹം വീഡിയോ ക്ലിപ്പിലൂടെ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ ഭംഗിയാവില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ട് തന്നെ പറയിച്ചു. അദ്ദേഹം പറഞ്ഞതിൻ്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം പറയുകയും വേണം. മുസ്ലിം സമുദായം അനർഹമായും അമിതമായും ചിലതൊക്കെ നേടിയെടുത്തുവെന്നും അത് മറ്റ് സമുദായങ്ങൾക്ക് അർഹതപ്പെട്ടത് നേടിയെന്നുമുള്ള ഒരു പ്രചാരവേലയ്ക്ക് ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. വെള്ളാപ്പള്ളിയും അതുപോലുള്ള ആളുകളൊക്കെ നിരന്തരം പറയുമ്പോഴും മുസ്ലിം സമുദായം ഒന്നും ഈ കാര്യത്തിൽ കാര്യമായിട്ടൊന്നും പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നമ്മൾ കണക്കുകളിലേക്ക്, ആധികാരിക കണക്കിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്താകെ എയ്ഡഡ് മേഖലയിൽ 8147 സ്കൂളുകളാണ് സ്വകാര്യ മേഖലയിലുള്ളത്. LP, ഹൈസ്കൂള്, UP എല്ലാം കൂടി ചേർത്ത്, ഹയർ സെക്കൻഡറി എല്ലാം കൂടി ചേർത്തിട്ട്. എന്നാൽ ഇതിൽ മുസ്ലിം വിഭാഗത്തിന് 1360 സ്കൂളുകളും ക്രിസ്ത്യൻ വിഭാഗത്തിന് 3494 സ്കൂളുകളും ഹിന്ദു സമുദായങ്ങൾക്കെല്ലാം കൂടി 3299 സ്കൂളുകളുമാണ് സംസ്ഥാനത്ത് എയ്ഡഡ് മേഖലയിൽ ആകെയുള്ളത്. ഇവിടെ മുസ്ലിം സമുദായത്തിന് മറ്റു സമുദായങ്ങളുള്ളതിനേക്കാൾ 4-1 സ്കൂളുകളേ ഉള്ളൂ. 30 വർഷം വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ച മുസ്ലിം സമുദായം വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്ഥാപനങ്ങളില്ലാതെ മുറവിളി കൂട്ടുമ്പോൾ, ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഇത് ശരിക്കും പഠിക്കാൻ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ പോലും തയ്യാറാകുന്നില്ല. ഇനി നമ്മൾ ഹയർ സെക്കൻഡറി മേഖലയിലേക്ക് പോകുമ്പോൾ 669 എയ്ഡഡ് സ്കൂളുകളുള്ളതിൽ മുസ്ലിങ്ങൾക്കാകെ 102 സ്കൂളുകളും ക്രിസ്ത്യൻ സമുദായത്തിന് 287 സ്കൂളുകളും ഹിന്ദു സമുദായങ്ങൾക്കെല്ലാം കൂടി 280 സ്കൂളുകളുമുണ്ട്. ഇവിടെയും മുസ്ലിം സമുദായത്തിന് മറ്റുള്ളവരെക്കാൾ പകുതി സ്കൂളുകൾ പോലും ഇല്ല എന്നുള്ള ഓർക്കുക. അതുപോലെ B.Ed എയ്ഡഡ് മേഖലയിൽ പോകുമ്പോൾ അതിനൊക്കെ രസകരമാണ്. ആകെ 21 B.Ed സെൻറ്ററുകളാണ് എയ്ഡഡ് മേഖലയുള്ളത്. ഇതിൽ മുസ്ലിങ്ങൾക്കുള്ളത് 2, ഹിന്ദു സമുദായത്തിന് 9, ക്രിസ്ത്യൻ സമുദായത്തിന് 10 സ്കൂളുകൾ B.Ed കോളേജുകൾ എയ്ഡഡ് മേഖലയിലുണ്ട്. ഇവിടെയും മുസ്ലിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല.
ഇതിനേക്കാൾ രസകരമായ സംഭവം, തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെയുള്ള 9 ജില്ലകളിൽ എയ്ഡഡ് മേഖലയിൽ മുസ്ലിങ്ങൾക്കാകെയുള്ളത് 8 സ്ഥാപനങ്ങളാണ്. ഇനി കോളേജുകളുടെ പേര് നമ്മൾ പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ മൊത്തം 14 എയ്ഡഡ് കോളേജ് ഉള്ളതിൽ പെരിങ്ങമല ഇക്ബാൽ കോളേജും പാങ്ങോട് വന്നാനിയ കോളേജും മാത്രമാണ്, അത് ജൂനിയർ കോളേജ് മാത്രമാണ്. കൊല്ലം ജില്ലയിൽ 14 കോളേജ് ഉള്ളതിൽ 7 മേഖലയിൽ മുസ്ലിങ്ങൾക്കുള്ളത് TKM കോളേജ് മാത്രം. ആലപ്പുഴ ജില്ലയിൽ MSM കോളേജ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളേ ഇല്ല. ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്ത് MES കോളേജുണ്ട്. എറണാകുളം ജില്ലയിൽ 2ഉം പാലക്കാട് ജില്ലയിൽ 1ഉം മാത്രമാണുള്ളത്. ഇനി മലപ്പുറത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും രസകരമായ സംഭവം, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അമിതമായി നേടിയെന്നും മറ്റു സമുദായങ്ങൾക്ക് അവിടെ സ്ഥാപിക്കാൻ മുസ്ലിം ലീഗ് തടസ്സമാണെന്നുള്ള രീതിയിൽ വെള്ളാപ്പള്ളി നിരന്തരം പറയുന്നുണ്ട്. അതിൻ്റെ വസ്തുത പരിശോധിച്ചാൽ മലപ്പുറം ജില്ലയിൽ ആകെ 9 എയ്ഡഡ് കോളേജ് മാത്രമാണുള്ളത്. അതിൽ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് 2ഉം NSSന് 1ഉം മറ്റൊരു നായർ മാനേജ്മെൻറ്റിന് 1ഉം പോയിട്ട് 5 എയ്ഡഡ് കോളേജ് മാത്രമാണ് മുസ്ലിം സമുദായത്തിനുള്ളത്. പിന്നെ ഉള്ളത് അറബിക് കോളേജുകളോടനുബന്ധിച്ച് സ്വാശ്രയ മേഖല, അതാ അൺഎയ്ഡഡ് മേഖലയിൽ 1, 2 ബാച്ച്, അത് കൂടുതലും ഇസ്ലാമിക് ഹിസ്റ്ററി, BCom, ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള 1, 2 ബാച്ചുകൾ മാത്രമുള്ള കോളേജുകളെ അറബിക്കുകളോട് ചേർത്ത് പഠിപ്പിക്കുന്നതിനെ കോളേജ് എന്ന് കൂട്ടിക്കെട്ടിയാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ മലപ്പുറം ജില്ലയ്ക്കെതിരെ പറയുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എറണാകുളം ജില്ലയിൽ ക്രിസ്ത്യൻ സമുദായത്തിന് 15 എയ്ഡഡ് കോളേജുണ്ട്. പിന്നെ അതുപോലെ കോട്ടയം ജില്ലയിൽ 15 ഉണ്ട്. ഇതും മലപ്പുറം ജില്ലയിൽ ആകെ 7 മേഖലയിൽ 5 ഉള്ളൂ മുസ്ലിങ്ങൾക്ക്. എന്നിട്ടും വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഈ സമുദായത്തിന് എതിർത്തുകൊണ്ട് മറ്റ് സമുദായങ്ങളെ വോട്ട് സമാഹരിക്കുക എന്നുള്ളതാണ്. ഇതിനേക്കാൾ രസകരമായ സംഭവം, വെള്ളാപ്പള്ളി നടേശൻ ഈ സ്വന്തം സമുദായത്തിന് വേണ്ടി 9 വർഷമായി ഭരിക്കുന്ന ഈ ഇടതുപക്ഷത്തിൽ നിന്ന് നേടിയെടുത്ത നേട്ടങ്ങൾ ഒന്ന് പറയിക്കാൻ ആ സമുദായത്തിൽപ്പെട്ടവരോ വാർത്താ മാധ്യമങ്ങളോ തയ്യാറാവണം. 9 വർഷമായി അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിയെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 39 അൺഎയ്ഡഡ് കോളേജുകളാണ് SNDPക്ക് കൊടുത്തത്. അതിൽ തന്നെ 4 കോളേജ് ലാ കോളേജാണ്. അതിനോടനുബന്ധിച്ച് വന്നതാണ് SM കോളേജിലെ LLB ബാച്ച്. ഇത് അദ്ദേഹം 39 ഫലകം ഉണ്ടാക്കി SM ട്രസ്റ്റിൻ്റെ കൊല്ലത്തെ ഓഫീസിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം സമുദായത്തിൽ ഒഴികെയുള്ള എല്ലാ സമുദായക്കാരെയും അദ്ദേഹം വിളിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പാർട്ടിയെ വിളിച്ചില്ല, പോട്ടെ. പക്ഷേ ആ കോളേജുകൾ അവരുടെ തന്നെ യൂണിയൻകാർക്ക് നടത്താൻ കൊടുക്കുകയും അവർ പലിശയ്ക്ക് പൈസ എടുത്തും ലോൺ എടുത്തും തുടങ്ങി അവസാനം SNDP നേതൃത്വം, വെള്ളാപ്പള്ളിയുടെ നേതൃത്വം സഹായിക്കാതെ വന്നപ്പോൾ ഈ കോളേജുകൾ മിക്കതും അടച്ചുപൂട്ടി. ഇതിന് മുസ്ലിങ്ങൾ ഉത്തരവാദിയല്ല. മുസ്ലിങ്ങൾ അമിതമായി നേടിയെന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ട 32,000 കുട്ടികളാണ് മലപ്പുറത്ത് ഹയർ സെക്കൻഡറി പഠന സൗകര്യമില്ലാതെ തെരുവിൽ നിൽക്കുന്നത്. മാത്രമല്ല, അതിനേക്കാൾ ഖേദകരമായത് 89 അൺഎയ്ഡഡ് +2 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രം പ്രവർത്തിക്കുന്നത്. അതുകൂടി കഴിച്ച് ബാക്കി വരുന്നതാണ് 30,000-ഓളം കുട്ടികൾ പഠിക്കാൻ. ബാക്കി എല്ലാ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ എല്ലാ സ്കൂളുകളിലും ഹയർ സെക്കൻഡറിയോ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയോ ഇത് രണ്ടും കൂടെ ഒന്നിച്ചോ ഉണ്ട്. അപ്പോൾ ഇവിടെ മുസ്ലിം ലീഗ് നേടിയെന്നല്ല, മുസ്ലിം ലീഗ് ഒന്നും നേടിയിട്ടില്ല, മുസ്ലിം സമുദായത്തിന് ഒന്നും നേടി കൊടുത്തിട്ടുമില്ല. അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ അവസാനത്തെ 2 മന്ത്രിസഭയിലെ ലീഗ് വിദ്യാഭ്യാസ മന്ത്രിമാർ ക്രിസ്ത്യൻ നായർ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ കാര്യദർശിയായി പ്രവർത്തിക്കുന്നതല്ലാതെ ഈ സമുദായത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ അവർ വ്യക്തമാക്കട്ടെ. നമ്മൾ വേറെ കള്ളം പറയാൻ പറ്റുന്ന വിഷയമല്ലിത്. ഇതാണ് ഇതിനെ സംബന്ധിച്ച കാര്യം. ഇനി ഭൂമിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 50 വർഷത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മുസ്ലിങ്ങൾക്ക് ആകെ കിട്ടിയിട്ടുള്ളത് 64 സെൻറ്റ് വസ്തു. ആലപ്പുഴ ജില്ലയിലെ കാഞ്ഞിരത്തുമൂട് പള്ളിയിലെ 64 സെൻറ്റ് വസ്തു വക മാറ്റി കിട്ടിയതാണ്. എന്നാൽ ഈ കാലയളവിൽ ഈ അവസാന ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് വൻതോതിൽ ഭൂമി 3 സമുദായങ്ങൾ കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രം 218 ഏക്കർ 18.2 ഏക്കർ, നായർ സമുദായത്തിന് മാത്രമായി 104.7 ഏക്കർ, അതുപോലെ ഈഴവ സമുദായത്തിന് 30.54 ഏക്കർ. ഇത്രയും ഭൂമിയെല്ലാം ഈ പതിച്ചു കൊടുത്തതാണ്. ഇതെല്ലാം ഇതിൻ്റെ രേഖയുള്ളതും വസ്തുതയുള്ളതാണ്. ഇന്ന് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ആയാലും നായർ സമുദായത്തിൻ്റെ ആയാലും ഈഴവ സമുദായത്തിനാണ് മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പള്ളികളും ദേവാലയങ്ങളും ഒക്കെ നിൽക്കുന്നത് സർക്കാരിൽ നിന്ന് പാട്ടത്തിനെടുത്തതോ പതിച്ചെടുത്തതായ ഭൂമിയിലാണ്. എന്നാൽ ഈ കേരളത്തിലെ ചരിത്രം ഇന്ന് വരെ 1 സെൻറ്റ് ഭൂമി പോലും ദേവാലയങ്ങൾക്കോ ഒന്നും സർക്കാരിൽ നിന്ന് പതിച്ച് കിട്ടിയിട്ടില്ലെന്നുള്ളത് ഗവൺമെൻറ് രേഖയുണ്ട്. ഇനി പറയണം എന്താ,
പിന്നെ നിങ്ങൾ പത്രക്കാരായിട്ട് ആളിത് ശ്രമിക്കുന്നെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ മുസ്ലിങ്ങൾ അമിതമായി നേടിയത് എന്തൊക്കെയാണെന്ന് വെള്ളാപ്പള്ളിയെ കൊണ്ടൊന്ന് പറയിച്ചാൽ കൊള്ളാം. അപ്പം മലപ്പുറത്തെ ജീവിക്കാൻ പറ്റത്തില്ലെങ്കിൽ അവിടുത്തെ SNDP യൂണിയൻകാരെ കൊണ്ട് ഇന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് കൂടി നിങ്ങൾ പറഞ്ഞാൽ ഉപകാരമായിരിക്കും. നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, സർക്കാർ ഭൂമിയെ പതിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിരന്തരം വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കാലിക്കട്ട് സർവകലാശാലയിൽ 2 ഏക്കർ ഭൂമി CH ചെയറിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ ഹിന്ദു സമുദായത്തിന് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നായർ മുതൽ നായാടി വരെയുള്ളവരെ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടന്നതെന്ന് നമുക്കറിയാം. ആ 2 ഏക്കർ ചെയറിൻ്റെ ഭാഗം ഒഴിവാക്കി സർക്കാർ പിന്നെ അനുവദിച്ചില്ല, അല്ലെങ്കിൽ അത് ക്യാൻസലാക്കി. എന്നാൽ അതേ മന്ത്രിസഭയിലെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അവസാന ഇലക്ഷന് തൊട്ട് മുമ്പുള്ള അവസാന ക്യാബിനറ്റിൽ നടന്ന ഒരു വൻ ചതിവ് ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തിയാണ്. ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിൽ KP യോഹന്നാന് 8000-ൽ പരം ഏക്കർ അനധികൃതമായി കൈവശപ്പെടുത്തിയത് കൂടാതെ 138 ഏക്കർ പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി പതിച്ചു കൊടുത്തു. സുൽത്താൻ ബത്തേരി അസംഷൻ ഫറോന പള്ളിക്ക് സെൻറ്റിന് 100 രൂപ നിരക്കിൽ 4.8 ഏക്കർ പതിച്ചു നൽകി. അതേ പള്ളിക്ക് തന്നെ സുൽത്താൻ ബത്തേരിയിൽ വ്യാപാര സമുച്ചയത്തിന് 30 വർഷത്തേക്ക് പാട്ടത്തിനായി 2.8 ഏക്കർ പതിച്ചു കൊടുത്തു. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിന് പാട്ടക്കുടിശ്ശിക 2.48 കോടി എഴുതി തള്ളി പതിച്ചു നൽകിയത് 15.47 ഏക്കർ. തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിന് ചെമ്പുകാവ് വില്ലേജിൽ 25 കോടി രൂപ പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി സെൻറ്റിന് 100 രൂപ നിരക്കിൽ പതിച്ചു നൽകിയത് 1.19 ഏക്കർ. തൃശ്ശൂർ സെൻറ്റ് മേരീസ് കോളേജിന് ചെമ്പുകാവ് വില്ലേജിൽ 42 കോടി പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി പതിച്ചു നൽകിയത് 55.7 ഏക്കർ. ഇതെല്ലാം ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. അതേ കാലയളവിൽ തിരുവനന്തപുരം NSS MG കോളേജിന് സെൻറ്റിന് 100 രൂപ നിരക്കിൽ 107 കോടി രൂപ പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി പതിച്ചു നൽകിയത് 42.96 ഏക്കർ. നിറമൻകരയിലെ തിരുവനന്തപുരം ജില്ല കൈമനം NS കോളേജിന് സെൻറ്റിന് 100 രൂപ നിരക്കിൽ പതിച്ചു നൽകിയത് 25.6 ഏക്കർ. തിരുവനന്തപുരം വഞ്ചിയൂർ 1.25 കോടി പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി പതിച്ചു നൽകിയത് ജില്ലാ കളക്ടറുടെ എതിർപ്പിനെ മറികടന്ന് പതിച്ചു നൽകിയത് 71 സെൻറ്റ്. ഇടുക്കി മണക്കാട് NSS സ്കൂളിന് 55,78,880 രൂപ പാട്ടക്കുടിശ്ശിക എഴുതി തള്ളി 99 സെൻറ്റ് പതിച്ചു നൽകി. അതേപോലെ പന്തള NSS കോളേജിന് പതിച്ചു നൽകിയ 98 ലക്ഷം രൂപ പാട്ടക്കുടിശ്ശിക ഒഴിവാക്കി 9.4 ഏക്കർ. ഇതിത്രയും NSSനും ഹിന്ദു സമുദായങ്ങൾക്ക് നൽകിയതാണ്. ഇനി SNDPയുടെ കാര്യം ഇതിനേക്കാൾ രസകരമാണ്. കോട്ടയം ജില്ലയിലെ മുരുകന്മല SNDPക്ക് ക്ഷേത്ര നിർമ്മാണ ആവശ്യത്തിനെന്ന പേരിൽ റിസോർട്ട് നിർമ്മാണത്തിന് 25 ഏക്കർ, കരുനാഗപ്പള്ളി കുളം ഉൾപ്പെടെ പാട്ടത്തിന് 4.5 ഏക്കർ, വക്കം നെടുങ്കണ്ടം SN ട്രെയിനിങ് കോളേജിന് പതിച്ചു നൽകിയത് 1.04 ഏക്കർ. ഇത്രയും ഈഴവ സമുദായത്തിന് കിട്ടിയതാണ്. മൊത്തം 30.54 ഏക്കർ. അതുപോലെ ഏറനാട് താലൂക്ക് CSI പള്ളിക്ക് പതിച്ചു നൽകിയത് 8 ഏക്കർ. തിരുവനന്തപുരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് കോളേജിന് പാട്ടക്കുടിശ്ശിക ഒഴിവാക്കി പതിച്ചു നൽകിയത് 45 സെൻറ്റ്. കൊല്ലം ജില്ലയിലെ വാളത്തുങ്കൽ ക്ഷേത്രത്തിന് 30 വർഷത്തെ പാട്ടത്തിന് 8.09 ഏക്കർ. കാഞ്ഞങ്ങാട് സെൻട്രൽ സ്കൂളിന് NSൻ്റെ സ്കൂളിന് പതിച്ചു നൽകിയത് 5.2 ഏക്കർ. അങ്ങനെ NSSന് മൊത്തമായിട്ട് 105.4 ഏക്കറും ഈഴവ സമുദായത്തിന് 30.54 ഏക്കറും ക്രിസ്ത്യൻ സമുദായത്തിന് 228.4 ഏക്കറുമാണ് പതിച്ചു കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നും മുസ്ലിങ്ങൾക്ക് ആകെ കിട്ടിയത് 64 സെൻറ്റ് വസ്തു ആലപ്പുഴ ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എവിടെ അപ്പം അങ്ങനെയാണെങ്കിൽ മുസ്ലിം സമുദായം ഏത് മേഖലയിൽ എങ്ങനെയാണ് അമിതമായി നേടിയതെന്ന് ഈ ബന്ധപ്പെട്ടവർ വെറുതെ പറയാതെ ഒന്ന് വിശദീകരിച്ചാൽ കേളിയ സമൂഹത്തിനത് ഒരറിവായി മാറുമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്.